Hello dear students, good morning and welcome back to our class Business Regulations. As we know, a contract is the result of an agreement enforceable by law, and it has some essential elements such as offer and acceptance, free consent, lawful object, consideration, capacities, etc. However, there are certain legal obligations which are created and imposed by law in the absence of an agreement in that regard. ഓക്കെ, നമുക്കറിയാം നോർമൽ കേസിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവുന്നത് എഗ്രിമെൻറ്റിൽ നിന്നാണ്. ഓക്കെ, ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സൺ എന്തെങ്കിലും ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ കൊടുക്കുന്നു. ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് പ്രോമിസായിട്ട് മാറുന്നു. അത്തരം പ്രോമിസുകളെ നമ്മൾ എഗ്രിമെൻ്റ് എന്ന് വിളിക്കുന്നു. ദെൻ ഈ എഗ്രിമെൻറ്റിന് ലീഗൽ എൻഫോഴ്സിബിലിറ്റി വരുന്ന സമയത്ത് അത് കോൺട്രാക്റ്റായിട്ട് മാറുന്നു. ഓക്കെ, എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള എഗ്രിമെൻ്റ് ഒന്നും ഇല്ല എങ്കിൽ കൂടി രണ്ട് പാർട്ടീസ് തമ്മിലൊരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ഓക്കെ, നിയമപ്രകാരമാണ് ഇത്തരം കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടാറ്. ഓക്കെ, അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അവിടെ ഉണ്ടാകുന്ന കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരാണ് ക്വാസി കോൺട്രാക്റ്റ്. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എ സ്പെഷ്യൽ കാറ്റഗറി ഓഫ് കോൺട്രാക്ട്, ദാറ്റ് ഈസ് ക്വാസി കോൺട്രാക്റ്റ്. A contract is the result of an agreement enforceable by law. However, there are certain legal obligations which are created and imposed by law in the absence of an agreement in that regard. These obligations are similar to those which are created by a contract. Okay, ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഒബ്ലിഗേഷൻസ് ആണോ ഉണ്ടാവുന്നത്, അതേപോലെ തന്നെ അതായത് സിമിലർ ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പം അത്തരം സാഹചര്യങ്ങളിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാസി കോൺട്രാക്റ്റ്. ഓക്കെ, ക്വാസി കോൺട്രാക്ട് ഈസ് ആൻ ഒബ്ലിഗേഷൻ ദാറ്റ് ദി ലോ ക്രിയേറ്റ്സ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദി പാർട്ടീസ്. ക്വാസി കോൺട്രാക്ട് ആർ ക്രിയേറ്റഡ് ബൈ കോർട്ട് വെൻ നോ ഒഫീഷ്യൽ എഗ്രിമെൻറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദി പാർട്ടീസ്. ഓക്കെ, സോ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസോ ഒന്നും ഇല്ലെങ്കിൽ കൂടി അവർ തമ്മിലൊരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ഓക്കെ, നിയമപ്രകാരമാണ് ഇത്തരം കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ നിയമത്തിൻ്റെ സാധ്യത അനുസരിച്ചിട്ടാണ് ഇത്തരം കോൺട്രാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ക്വാസി കോൺട്രാക്റ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു വസ്തു കളഞ്ഞുപോയി. ഓക്കെ, ഒരു പേഴ്സ് കളഞ്ഞുപോയി, അത് മറ്റൊരു വ്യക്തിക്ക് ആ പേഴ്സ് കളഞ്ഞു കിട്ടുന്നു. അപ്പോൾ അവർ തമ്മിലൊരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഒരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അതായത് ഈ വസ്തു കളഞ്ഞു കിട്ടിയ ആൾക്ക് ഒരു ഒബ്ലിഗേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്, അയാൾക്കൊരു ബാധ്യത ഉണ്ടാകുന്നുണ്ട്, ഈ കിട്ടിയ വസ്തു അതിൻ്റെ ഉടമസ്ഥന് തിരിച്ച് നൽകണമെന്നുള്ളത്. ഓക്കെ, അപ്പം അത്തരത്തിൽ അവർ തമ്മിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റിനെ നമുക്ക് ക്വാസി കോൺട്രാക്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, നമുക്കറിയാം അവർ തമ്മിൽ ഓഫറോ അക്സെപ്റ്റൻസോ എഗ്രിമെൻറ്റോ ഒന്നും ഇല്ല, പക്ഷേ അവർ തമ്മിലൊരു കോൺട്രാക്റ്റിൽ നിന്നുണ്ടാവുന്ന അതേ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പം അത്തരം സാഹചര്യങ്ങളിൽ അവർ തമ്മിലുള്ള കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരാണ് ക്വാസി കോൺട്രാക്റ്റ്. ഓക്കെ, ദെൻ കമ്മിങ് ടു ദി മീനിങ് ആൻഡ് ഡെഫിനിഷൻസ്. Quasi-contract or implied contract is a situation in which law imposes upon one person on the ground of natural justice an obligation similar to that which arises from a true contract, although there is no contract entered into by them. Okay, so നേച്ചുറൽ ജസ്റ്റിസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് രണ്ട് പാർട്ടീസ് തമ്മിലൊരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ അത് കമ്പൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകൾ വിളിക്കുന്ന പേരാണ് ക്വാസി കോൺട്രാക്റ്റ്. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, ക്വാസി കോൺട്രാക്ട് ഈസ് certain relations resembling those created by contract. Okay, so quasi contract is defined in Indian Contract Act as quasi contract is certain relations resembling those created by a contract. ഓക്കെ, ഒരു കോൺട്രാക്റ്റിനാൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അതേ റിലേഷൻസിനെയാണ് നമ്മൾ ക്വാസി കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. ഓക്കെ, ഓർ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ഓഫ് ലോ. ഓക്കെ, ദെൻ കമ്മിങ് ടു ദി ബേസിസ് ഓഫ് ക്വാസി കോൺട്രാക്റ്റ്. ഓക്കെ, ക്വാസി കോൺട്രാക്ട് ഈസ് ബേസ്ഡ് ഓൺ ദി കോഡ് no man must grow rich out of another person's cost. That is, a person shall not be allowed to enrich himself at the expense of another. Okay, അതായത് ഒരു വ്യക്തിയും മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സൗജന്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പറ്റാൻ പാടില്ല എന്നാണ്. ഓക്കെ, എന്തെങ്കിലും ആനുകൂല്യം വേറൊരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പ്രതിഫലമായിട്ട് അതിൽ കൺസിഡറേഷനായിട്ട് തിരിച്ചും എന്തെങ്കിലും കൊടുത്തിരിക്കണം. ഓക്കെ, ആ ഒരു കൺസെപ്റ്റിൻ്റെ പുറത്താണ് ക്വാസി കോൺട്രാക്റ്റ് നിലനിൽക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദി ബേസിസ് ഓഫ് ക്വാസി കോൺട്രാക്റ്റ്.
ഓക്കെ, നോ മാൻ മസ്റ്റ് ഗ്രോ റിച്ച് ഔട്ട് ഓഫ് അനദർ പേഴ്സൺസ് കോസ്റ്റ്. ഓക്കെ, മറ്റൊരാളുടെ കോസ്റ്റിൽ ആരും സമ്പന്നനായിട്ട് മാറാൻ പാടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് അയാൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ അനുഭവിക്കാൻ പാടില്ല എന്നതാണ് ക്വാസി കോൺട്രാക്റ്റിൻ്റെ പിന്നിലെ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഹി ഹാസ് ടു റീസ്റ്റോർ ദി മണി ഓർ സം അതർ ബെനിഫിറ്റ് വിച്ച് ഹാസ് കം ഇൻ ടു ഹിസ് ഹാൻഡ്സ് ടു ദി അതർ പേഴ്സൺ ഹൂ ഹാസ് ഇൻ ദി ഐ ഓഫ് ലാൻഡ് എ ബെറ്റർ ടൈറ്റിൽ ടു ഇറ്റ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലമായിട്ട് അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ തിരിച്ചും കൊടുത്തിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ദി ബേസിസ് ഓഫ് ക്വാസി കോൺട്രാക്റ്റ്. ദെൻ കമ്മിങ് ടു ദി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ ക്വാസി കോൺട്രാക്റ്റ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് an obligation imposed by law. Okay, quasi contract is an obligation imposed by law. This contract is not a real contract. ഓക്കെ, നമുക്കറിയാം ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു റിയൽ കോൺട്രാക്റ്റ് ഉണ്ടാവേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായിരിക്കില്ല. എന്നാൽ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഓർ ഇമ്പോസ്ഡ് ബൈ ലോ. നിയമമാണ് ഇത്തരം കോൺട്രാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇത്തരം ഒബ്ലിഗേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. മറ്റൊന്ന്, ഇറ്റ് ഡസ് നോട്ട് അറൈസ് ഫ്രം എനി എഗ്രിമെൻറ്റ്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് എ ക്രിയേച്ചർ ഓഫ് ലോ. നമുക്കറിയാം ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എഗ്രിമെൻറ്റുകളൊന്നും ഉണ്ടാവില്ല, മറിച്ച് നിയമത്തിൻ്റെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് അത്തരം കോൺട്രാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഇംപ്ലൈഡ് ഇൻ ലോ. മറ്റൊന്ന്, ഇറ്റ് അറൈസ് ഫ്രം എ ഡ്യൂട്ടി ഓഫ് പാർട്ടി ആൻഡ് നോട്ട് ബൈ പ്രോമിസ് ഓഫ് എനി പാർട്ടി. ഓക്കെ, നമുക്ക് നോർമൽ കേസിൽ അറിയാം എല്ലാ കോൺട്രാക്റ്റുകളും ഉണ്ടാകുന്ന എഗ്രിമെൻറ്റുകളിൽ നിന്നാണ്. ഓക്കെ, എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് പ്രോമിസസ് ആണ്. എന്നാൽ ക്വാസി കോൺട്രാക്റ്റിൻ്റെ കേസിൽ പ്രോമിസിൽ നിന്നല്ല കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് അറൈസ് ഫ്രം ദി ഡ്യൂട്ടി ഓഫ് എ പാർട്ടി. ഒരു വ്യക്തിയുടെ കടമയിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ ഒബ്ലിഗേഷനിൽ നിന്നാണ് ഇത്തരം കോൺട്രാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. മറ്റൊന്ന്, ദി ഇൻജേർഡ് പാർട്ടി ഈസ് എലിജിബിൾ ടു റിസീവ് കോമ്പൻസേഷൻ ഫ്രം ദി പാർട്ടി ഇൻ ഡീഫാൾട്ട്. ഓക്കെ, സോ ഇത്തരത്തിലൊരു ലീഗൽ റിലേഷൻഷിപ്പ് അവർ തമ്മിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ അവർ തമ്മിലൊരു ക്വാസി കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ, ആരാണോ ഇതിൽ ബെനിഫിറ്റ് കിട്ടേണ്ടത് ആ കിട്ടേണ്ട വ്യക്തിക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ആളിൽ നിന്നും അത് നേടിയെടുക്കാനുള്ള നിയമ സാധ്യതയും അയാൾക്ക് അവിടെ ലഭ്യമാണ്. ഓക്കെ, ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കേസിൽ തന്നെ ഒരു ആളുടെ വസ്തു നഷ്ടപ്പെട്ടു പോയി, ഒരു ഗോൾഡ് ചെയിൻ നഷ്ടപ്പെട്ടു പോയി, അത് മറ്റൊരു വ്യക്തിക്ക് കിട്ടി, ആ വ്യക്തി അത് തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങാനുള്ള നിയമപ്രകാരം അത് തിരിച്ചു വാങ്ങാനുള്ള അവകാശം ഇയാൾക്കുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ ക്വാസി കോൺട്രാക്റ്റ്. Then next we are going to discuss types of quasi contract. Okay, there are different types of quasi contract. That is, first one, claims for necessary supplied. Next one, reimbursement of payment made by an interested person. Then obligation to pay for the benefit enjoyed from non-gratuitous act. Then responsibility of finder of a lost good. Then money paid or things delivered by mistake or under the coercion. Okay, so ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലെയിംസ് ഫോർ നെസസറി സപ്ലൈഡ്. സെക്ഷൻ 68. If a person incapable of entering into a contract or anyone whom he is legally bound to support is supplied by another person with the necessaries suited to his life, the supplier is entitled to reimburse it from the property of such incapable person. ഓക്കെ, സോ ഒരു ലീഗലി ഇൻകാപ്പബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മൈനർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലുനാറ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇഡിയറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അത്തരം വ്യക്തികൾക്ക് നമ്മൾ എന്തെങ്കിലും നെസസറീസ് സപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നെസസറീസ് സപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലവായിട്ടുള്ള കോസ്റ്റ് അവരുടെ പ്രോപ്പർട്ടിയിൽ നിന്നും നമുക്ക് റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആരാണോ ഈ കോസ്റ്റ് വഹിച്ചിട്ടുള്ളത് അയാൾക്ക് റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അതൊരു ക്വാസി കോൺട്രാക്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മൈനറായിട്ടുള്ള ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും മരണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ആ കുട്ടിയുടെ ഒരു റിലേറ്റീവ് വന്നിട്ട് ഈ കുട്ടിയുടെ ചിലവുകളെല്ലാം വഹിക്കുന്നു, അതായത് പഠന ചിലവും ഭക്ഷണ ചിലവും എല്ലാ ചിലവുകളും വഹിക്കുന്നു. അപ്പോൾ എത്ര ക്യാഷാണോ ഇയാൾക്ക് ചിലവായിട്ടുള്ളത് അത്രയും എമൗണ്ട് ഈ കുട്ടിയുടെ പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇയാൾക്ക് ഈടാക്കാം. ഓക്കെ, അതായത് പല സ്വത്തുക്കളോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാഷ് ഇയാൾക്ക് എത്രയാണോ ചിലവായിട്ടുള്ളത് അത്രയും എമൗണ്ട് അയാൾക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ക്വാസി കോൺട്രാക്റ്റ്. ക്ലെയിം ഫോർ നെസസറി സപ്ലൈഡ്. സോ ഇതിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വണ്, പ്രൈസ് ഓഫ് നെസസറി സപ്ലൈഡ് ടു ഹിം സ്യൂട്ടഡ് ടു ഹിസ് കണ്ടീഷൻ ഇൻ ലൈഫ്. ഓക്കെ, അയാൾക്ക്
ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കണം നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് പ്രൈസ് ഓഫ് നെസസറി സപ്ലൈ ടു എനി വൺ ഹൂം ഹീ ഈസ് ലീഗലി ബോണ്ട് ടു സപ്പോർട്ട്. ഓക്കെ, ലീഗലി അയാൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമായിരിക്കണം. ഓക്കെ, എന്തെങ്കിലും വോളണ്ടറി ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ ഒരു ക്വാസി കോൺട്രാക്ട് ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, ലീഗലി അയാൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ചെയ്തു കൊടുക്കേണ്ട ആളായിരിക്കണം. മറ്റൊന്ന് മണി അഡ്വാൻസ്ഡ് ഫോർ ദി എബോ പർപ്പസ് ആൻഡ് ഇൻ ദി എബോ സർക്കംസ്റ്റൻസസ്. ഓക്കെ, സോ ഞാൻ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം മണി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ അത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ അവർ തമ്മിലൊരു ക്വാസി കോൺട്രാക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്ലെയിംസ് ഫോർ നെസസറി സപ്ലൈഡ്. മറ്റൊന്ന് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ. സെക്ഷൻ 69. എ പേഴ്സൺ ഹൂ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദി പേയ്മെൻറ്റ് ഓഫ് മണി വിച്ച് അനദർ ഈസ് ബൗണ്ട് ടു pay by the law and who therefore pays it is entitled to be reimbursed by the other. Applicability of this section is subject to the following conditions. First one, the payment should be made genuinely for the protection of one's own interest. Then the other party was bound by law to pay. Then the payer should have made the payment to another person. ഓക്കെ, ഇവിടെ പറയുന്നത് നിയമപ്രകാരം ഒരു വ്യക്തി എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്താനുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് പകരമായിട്ട് ആ പേയ്മെൻറ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള വേറൊരു വ്യക്തി ഈ പേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആരാണോ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് അയാൾ മറ്റേയാളിൽ നിന്നും ആ ചിലവായിട്ടുള്ള ക്യാഷ് റീഇംബേഴ്സ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ വീട് മറ്റൊരു വ്യക്തിക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വീടിൻ്റെ നികുതി അടയ്ക്കേണ്ടത് ഇതിൻ്റെ ഉടമസ്ഥനാണ്. ഓക്കെ, പക്ഷേ ഉടമസ്ഥൻ ആ നികുതി അടയ്ക്കുന്നില്ല. അപ്പോൾ അത് ജപ്തി ചെയ്യുമെന്ന് പേടിച്ചുകൊണ്ട് അതിൽ താമസക്കാരനായിട്ടുള്ള ആൾ ആ നികുതി പേ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഈ ടാക്സ് ഇയാൾ പേ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണറിൽ നിന്നും റീഇംബേഴ്സ് ചെയ്യാനുള്ള റൈറ്റ് ഇയാൾക്കുണ്ട്. ഓക്കെ, ടാക്സോ അല്ലെങ്കിൽ കറണ്ട് ബില്ലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഓണർ പേ ചെയ്യേണ്ടതായിട്ടുള്ള പേയ്മെൻറ്റ് ഓണർക്ക് പകരം അവിടുത്തെ ടെനൻറ്റ് പേ ചെയ്യാണ്. അവിടുത്തെ താമസക്കാരൻ പേ ചെയ്യാണ്. കാരണം അയാൾക്കത് പേ ചെയ്യുക എന്നുള്ളത് അയാളുടെ ഇൻട്രസ്റ്റ് ആണ്. കാരണം അയാൾക്ക് അവിടെ താമസിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റേ ആൾ ചെയ്യേണ്ട പേയ്മെൻറ്റ് ഇയാൾ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എത്ര എമൗണ്ടാണ് ഇയാൾക്ക് ചിലവായിട്ടുള്ളത് അത് അതിൻ്റെ ഓണറിൽ നിന്നും ഇയാൾക്ക് റീഇംബേഴ്സ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, ദർ ഈസ് എ ക്വാസി കോൺട്രാക്റ്റ്. സോ ദാറ്റ് ഈസ് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ വൺ ബൈ അനദർ ഇൻട്രസ്റ്റഡ് പേഴ്സൺ. ഓക്കെ, മറ്റൊന്ന് ഒബ്ലിഗേഷൻ ടു പേ ഫോർ ദി ബെനിഫിറ്റ് എൻജോയ്ഡ് ഫ്രം നോൺ ഗ്രാറ്റുവിറ്റസ് ആക്ട്. സെക്ഷൻ 70. വേർ എ പേഴ്സൺ ലോഫുള്ളി ഡസ് എനിത്തിങ് ഫോർ അനദർ പേഴ്സൺ ഓർ ഡെലിവേഴ്സ് എനിത്തിങ് ടു ഹിം വിത്ത് ദി ഇൻറ്റൻഷൻ ഓഫ് പേയ്മെൻറ്റ് for that and such another person enjoys the benefit, therefore the latter is bound to make compensation to the former in respect of the thing so done or delivered. Okay, so what പറയുന്നത് ഒബ്ലിഗേഷൻ ടു പേ ഫോർ ദി ബെനിഫിറ്റ്സ് എൻജോയ്ഡ് ഫ്രം നോൺ ഗ്രാറ്റുവിറ്റസ് ആക്ട്. ഓക്കെ, സൗജന്യമല്ലാത്ത എന്തെങ്കിലും കാര്യം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചെയ്തു കൊടുത്തതിന് പ്രതിഫലം നൽകുക എന്നുള്ളത് അവിടെ നിർബന്ധമാണ്. ഓക്കെ, അല്ലെങ്കിൽ അവർ തമ്മിലൊരു ക്വാസി കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ചെയ്തു കൊടുത്തു. ഓക്കെ, അത് നോൺ ഗ്രാറ്റുവിറ്റസ് ആയിരുന്നു, അതായത് സൗജന്യമല്ലാതെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ മറ്റേ വ്യക്തി ഈ ബെനിഫിറ്റ് എൻജോയ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇയാൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രതിഫലം കൊടുത്തിരിക്കണം. ഓക്കെ, അവർ തമ്മിലൊരു ക്വാസി കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഒബ്ലിഗേഷൻ ടു പേ ഫോർ ദി ബെനിഫിറ്റ് എൻജോയ്ഡ് ഫ്രം നോൺ ഗ്രാറ്റുവിറ്റസ് ആക്ട്. ഓക്കെ, ഒരു പക്ഷേ എനിക്കിങ്ങനെ സർവീസ് ചെയ്ത് തരണമെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ മറ്റേ ആൾ സർവീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ അതെന്താണ്, നോൺ ഗ്രാറ്റുവിറ്റസ് ആണ്, അതായത് പേയ്മെൻറ്റ് വേണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സർവീസ് ചെയ്ത് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതുപോലെ തന്നെ ഇയാൾ ഈ സർവീസ് എൻജോയ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രതിഫലം കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വണ്, ദി തിങ്സ് ഷുഡ് ബി ഡൺ ലോഫുള്ളി. ഓക്കെ, നിയമപ്രകാരമായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കണം അവിടെ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. ദെൻ ദി പേഴ്സൺ ഡെലിവറിങ് ദി സൈഡ് തിങ് മസ്റ്റ് നോട്ട് ഇൻറ്റൻഡഡ് ടു ആക്ട് ഗ്രാറ്റുവിറ്റസ്ലി. ഓക്കെ, സോ സൗജന്യമായിട്ടായിരിക്കരുത് അല്ലെങ്കിൽ അയാൾ വോളണ്ടറി എന്തെങ്കിലും സർവീസ് ആയിരിക്കരുത്, മറിച്ച് പ്രതിഫലം കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള സർവീസ് തന്നെ ആയിരിക്കണം. ഓക്കെ,
മറ്റൊന്ന് ദി പേഴ്സൺ ഫോർ ഹൂം ദി ആക്ട് ഈസ് ഡൺ മസ്റ്റ് വോളണ്ടറിലി അക്സെപ്റ്റ് ദീസ് ആക്ട് ആൻഡ് ഷുഡ് എൻജോയ് ദി ബെനിഫിറ്റ് ഓഫ് ദി ആക്ട്. ഓക്കെ, സോ ആർക്ക് വേണ്ടിയിട്ടാണ് ഒരു സർവീസ് ചെയ്ത് കൊടുക്കുന്നത് അയാൾ അത് വോളണ്ടറി അക്സെപ്റ്റ് ചെയ്യണം. അതായത് നമ്മളൊരാൾ നിർബന്ധിച്ചൊരു സർവീസ് കൊടുത്തിട്ട് അതിന് ക്യാഷ് തരണം എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. ഓക്കെ, നമ്മളൊരാൾക്ക് സർവീസ് കൊടുക്കുന്നു, അപ്പോൾ അയാളത് വോളണ്ടറിലി അത് സ്വീകരിക്കുന്നു, അയാളത് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്, അത് എൻജോയ് ചെയ്യുകയും വേണം. ഓക്കെ, എങ്കിൽ മാത്രമേ അവിടെ ഒരു ക്വാസി കോൺട്രാക്ട് ഉണ്ടെന്ന് നമുക്ക് അറിയാറ്റുള്ളൂ. ഓക്കെ, നമ്മളൊരാൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്ത് കൊടുത്തിട്ട് ആൾക്ക് ആവശ്യമില്ലാത്ത കാര്യം ചെയ്ത് കൊടുത്തിട്ട് ഇത് നിങ്ങൾ ഏറ്റുവാങ്ങണം, ഇതിനുള്ള പ്രതിഫലം എനിക്ക് തരണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, സോ ദീസ് ആർ ദി കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ്. ദെൻ അനദർ ടൈപ്പ് ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്. ഓക്കെ, ഞാൻ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, ഒരാളുടെ വസ്തു മറ്റൊരാൾക്ക് കളഞ്ഞു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഒബ്ലിഗേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, എ പേഴ്സൺ ഹു ഫൈൻഡ്സ് goods belonging to another and takes them into his custody is subject to the same responsibility as bailey. Thus, an agreement is implied by law between the owner and the finder of the goods. He should take serious effort in finding out the real owner. ഓക്കെ, സോ ഒരു വസ്തു കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ ഓണർ ആരാണ് എന്നയാൾ കൃത്യമായിട്ട് അന്വേഷിച്ചിരിക്കണം. ഓക്കെ, അത് തിരിച്ച് ഏൽപ്പിക്കാനുള്ള എല്ലാ കടമകളും അയാൾക്കുണ്ടായിരിക്കും. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ അയാൾ ആ വസ്തു എടുക്കരുത്. ഓക്കെ, നമ്മളിപ്പോൾ റോഡിലൂടെ പോകുന്ന സമയത്ത് നമ്മളൊരു പേഴ്സ് കണ്ടു, ആരുടെ കളഞ്ഞു പോയൊരു പേഴ്സ് കണ്ടു, അപ്പോൾ അത് നമ്മൾ കണ്ടതുകൊണ്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുന്നില്ല, മറിച്ച് ആ പേഴ്സ് നമ്മുടെ കയ്യിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് റെസ്പോൺസിബിലിറ്റിയുടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, മറ്റൊന്ന് മണി പെയ്ഡ് ഓർ തിങ്സ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കൊയേഷൻ. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചുകൊണ്ടാണ് നമ്മളൊരാൾക്ക് ക്യാഷ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റേ ആൾ നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അത് തിരിച്ച് കിട്ടാനുള്ള ഒരു ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ തിരിച്ച് കിട്ടാനുള്ള ഒരു റൈറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, എ പേഴ്സൺ ടു ഹൂം മണി ഹാസ് ബീൻ പെയ്ഡ് ഓർ എനിത്തിങ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കൊയേഷൻ മസ്റ്റ് റീപേ ഓർ റിട്ടേൺ ഇറ്റ്. ഓക്കെ, സോ ദർ ഈസ് ഓൾസോ എ ക്വാസി കോൺട്രാക്ട്. So these are the various types of quasi contract. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്റ്റ് ആൻഡ് ക്വാസി കോൺട്രാക്റ്റ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു റിയൽ കോൺട്രാക്റ്റ് അല്ല, അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് കോൺട്രാക്റ്റ് അല്ല. ഓക്കെ, ക്വാസി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിൻ്റെ മീനിങ് തന്നെ ടു ആൻ സെർട്ടൺ എക്സ്റ്റെൻറ്റ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അതായത് ഒരു പരിധി വരെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു കോൺട്രാക്റ്റ് അല്ല, ഒരു പരിധി വരെ ഒരു കോൺട്രാക്റ്റാണ് എന്ന് നമുക്ക് ക്വാസി കോൺട്രാക്റ്റുകളെ വിളിക്കാം. ഓക്കെ, സോ ഡിഫറൻസ് ഇൻ കേസ് ഓഫ് കോൺട്രാക്ട് ഇറ്റ് ഈസ് എ ഫുൾ ഫ്ലഡ്ജ്ഡ് കോൺട്രാക്റ്റ്, ബട്ട് ക്വാസി കോൺട്രാക്ട് ഈസ് ആൻ ഇംപ്ലൈഡ് കോൺട്രാക്ട് ആൻഡ് നോട്ട് എ കോൺട്രാക്ട് ഇൻ റിയാലിറ്റി. ദെൻ ഇൻ കേസ് ഓഫ് കോൺട്രാക്ട് ഓൾ എലമെൻറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ കോൺട്രാക്റ്റ്, ബട്ട് ഇറ്റ് ലാക്സ് ദി എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്റ്റ്. ഓക്കെ, ക്വാസി കോൺട്രാക്റ്റിൽ എല്ലാ എസെൻഷ്യൽസും ഫുൾഫിൽ ചെയ്തുകൊള്ളുന്നില്ല. ഓക്കെ, ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കില്ല, ഫ്രീ കൺസിഡറേഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല, എഗ്രിമെൻറ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല, അത്തരത്തിലുള്ള എല്ലാ എസെൻഷ്യൽസും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓക്കെ, മറ്റൊന്ന് കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ്, ബട്ട് ഇൻ കേസ് ഓഫ് ക്വാസി കോൺട്രാക്ട് ദർ ഈസ് നോ എഗ്രിമെൻറ്റ്. ഓക്കെ, എല്ലാ കോൺട്രാക്റ്റുകളും എഗ്രിമെൻറ്റുകളാണ്, പക്ഷേ ക്വാസി കോൺട്രാക്റ്റിൽ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നില്ല. ഓക്കെ, മറ്റൊന്ന് കോൺട്രാക്ട് ഈസ് ബേസ്ഡ് ഓൺ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്റ്റ്, വൈൽ ഇൻ ക്വാസി കോൺട്രാക്ട് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റി. ഓക്കെ, സോ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നേച്ചുറൽ ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റി അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്റ്റ് ആൻഡ് ക്വാസി കോൺട്രാക്റ്റ്. Then compensation in case of quasi contract. When an obligation created by quasi contract is not discharged, the injured party is entitled to receive the same compensation from damage from the party in default. Okay, so ഒരു ക്വാസി കോൺട്രാക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ഇൻജേർഡ് പാർട്ടിക്ക് ഈ ക്യാഷ് കൊടുക്കാൻ ലേബിളായിട്ടുള്ള ആൾ അല്ലെങ്കിൽ എന്താണോ ചെയ്ത് കൊടുക്കാൻ ലേബിളായിട്ടുള്ള ആൾ അയാളത് ചെയ്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളിൽ നിന്നും അത് കോമ്പൻസേഷനായിട്ട് കിട്ടാനുള്ള റൈറ്റുമുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ക്വാസി കോൺട്രാക്റ്റ്. ഓക്കെ, താങ്ക് യു.